തദ്ദേശ സ്ഥാപനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ മത്സ്യവകുപ്പുകൾ എന്നിവയുടെ ഭവന നിർമ്മാണ പദ്ധതികളെല്ലാം സംയോജിപ്പിച്ചാണ് ലൈഫ് മിഷന് കീഴിൽ ഒറ്റ പദ്ധതിയാക്കി മാറ്റിയത്. ഒന്നാം പിണറായി സർക്കാർ 2017 കൊണ്ടുവന്ന ലൈഫ് മിഷൻ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗ്രാമസഭകളുടെയും അധികാരം കവർന്നുവെന്ന വിമർശനമുണ്ടായിരുന്നു. ലൈഫ് മിഷന്റെ പേരിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആസൂത്രണ ഫണ്ടിന്റെ 20% സംസ്ഥാന സർക്കാർ എടുക്കുന്ന സ്ഥിതിയുമുണ്ട്. ഇതെല്ലാം മാറ്റി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരവും പങ്കാളിത്തവും തിരിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് ലൈഫ് മിഷൻ നിർത്താനുള്ള സർക്കാർ തീരുമാനം. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും അധികാരവും കൂടിയ പങ്കാളിത്തവുമുള്ളതാകും പുതിയ പദ്ധതികളെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഗുണപ്രദമായിട്ട് വരുന്നത്. ലൈഫ് മിഷന്റെ വ്യവസ്ഥകൾ മൂലം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫണ്ട് സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് തദ്ദേശ വകുപ്പിന്റെ പുതിയ തീരുമാനം. മുഖ്യമന്ത്രി ചെയർമാനും തദ്ദേശ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനും ജില്ലകളിൽ നിർവഹണ ഉദ്യോഗസ്ഥനുമുള്ള സംവിധാനമാണ് ലൈഫ് മിഷൻ. MK ഷുക്കൂർ, മീഡിയ 1, കൊച്ചി.